കിടക്ക ഇച്ചിരി പണികളുണ്ട്, ഞാൻ അതോടെ ചെയ്തോട്ടെ. ഉറങ്ങിക്കോ. അവള് ഇപ്പം അവള് കൈ പിടിച്ചിരിക്കുന്നു, കെട്ടിപ്പിടിച്ചിരിക്കുന്നതിനോ അതൊന്നും അല്ലായിരുന്നു എനിക്ക് പ്രശ്നം. ഇതൊരു ഗബ്രി ജാസ്മിൻ എന്നുള്ളൊരു സംഭവമല്ല അവിടെ. ബിഗ് ബോസിനകത്തുള്ള ജാസ്മിനുമായിട്ട് കല്യാണം ഉറപ്പിച്ച് വെച്ച അഫ്സൽ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ഇപ്പൊ പുള്ളിക്കാരൻ ഒരു സൈഡുമായിട്ട് വന്നിട്ടുണ്ട്. ഇതുവരെ പുള്ളിക്കാരന്റെ കുറെ ഓഡിയോകൾ മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ, അതേപോലെ പുള്ളിക്കാരന്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. എന്നാൽ പുള്ളിക്കാരന്റെ ഒരു സൈഡ് പറഞ്ഞിട്ട് ഒരു വീഡിയോ ആയിട്ട് പുള്ളി ഇപ്പോഴാണ് വരുന്നത്. അപ്പൊ പുള്ളിക്ക് എന്താണ് ഇപ്പൊ ഈ ജാസ്മിൻ അതിന്റെ അകത്ത് കിടന്ന് കാണിച്ചു കൂട്ടുന്നതിനെ പറ്റി പുള്ളിക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. വേണ്ട, നമുക്ക് രാത്രി തീരുമാനിക്കാം. കുട്ടാ കൊള്ളാം, പക്ഷെ ഇങ്ങനെ വേണ്ട, ഞാൻ സെറ്റ് ആയിക്കോളാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, നമുക്ക് രാത്രി സംസാരിക്കാം. ഇച്ചിരി പണിയുണ്ട്, കിടക്ക ഇച്ചിരി പണികളുണ്ട്, ഞാൻ അതോടെ ചെയ്തോട്ടെ. ഉറങ്ങിക്കോ. അവള് ഇപ്പം അവള് കൈ പിടിച്ചിരിക്കുന്നു, കെട്ടിപ്പിടിച്ചിരിക്കുന്നതിനോ അതൊന്നും അല്ലായിരുന്നു എനിക്ക് പ്രശ്നം. ഇതൊരു ഗബ്രി ജാസ്മിൻ എന്നുള്ളൊരു സംഭവമല്ല അവിടെ. അതല്ലാതെ വേറെ കുറേ കാര്യങ്ങളുണ്ട്. ബിഗ് ബോസ് കാരണം മാത്രം അല്ല ഈ ഒരു എന്താ പറയുക എൻ്റെ ഡിസിഷനോ അല്ലെങ്കിൽ ഞാനിത് എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്നുള്ള സംഭവം അതൊന്നുമില്ല. അല്ലാതെ വേറെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഈ ഷോ എനിക്ക് ഒട്ടും ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം എന്താ പറയുക, ഈ 7 മാസം റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന സാധനം വെറുതെ ഒരു എന്താ പറയുക ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയൊന്നുമല്ല. വളരെ ക്ലോസ് ആയിട്ടുള്ള, വളരെ അത്രയും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ലവ്ലി റിലേഷൻഷിപ്പ് ആയിരുന്നു നമ്മൾ രണ്ടുപേരുടെയും. ഇതിന് സാക്ഷികൾ കുറേ പേരുണ്ട്. അതിൻ്റെ ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ശരി, അമൽ, അഷിക, ഇവരെല്ലാം കണ്ടിട്ടുള്ളതാണ്. നമ്മുടെ റിലേഷൻഷിപ്പ് A to Z അടുത്തറിഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. സുലുവിനെ അറിയാം, ജാസ്മിൻ്റെ ഫ്രണ്ട്സ് തന്നെ, സുലു, അർജുൻ, ഇവർക്കൊക്കെ അറിയുന്നൊരു സംഭവം. അപ്പം അത്രയേ ഉള്ളൂ. ഇപ്പം നിങ്ങളുടെ അടുത്ത് കാണിച്ചു തരാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് വളരെ വ്യക്തമായിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്തു തരാം. ഇതിൽ ആദ്യത്തേന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ 1.5 വർഷമായിട്ടുള്ള ഒരു ഫ്രണ്ട് എന്നാണ് എന്നെ പറഞ്ഞിട്ടുള്ളത്. 1.5 വർഷം പോലും ആയിട്ടില്ല. 1 വർഷം ആവാൻ പോകുന്നതേ ഉള്ളൂ. ഞാൻ ജാസ്മിനെ പരിചയപ്പെടുന്നത് ആക്ച്വലി അസ്ലാം മാർലിയുടെ കല്യാണത്തിനാണ് പരിചയപ്പെടുന്നത്. ഇനി ഇവളുടെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പക്ഷെ എന്നാലും ഞാൻ കാണിച്ചു തരാം. എന്റെ ഭയങ്കര ഫ്രണ്ടായിരുന്നു. കല്യാണം ആലോചിച്ചു എന്റെ വീട്ടിലോട്ട് ബിഗ് ബോസ് കഴിഞ്ഞ് പോകുമ്പോ നോക്കാമെന്ന് പറഞ്ഞു. റിലേഷൻ അല്ല, നമ്മള് പറയില്ലേ നോക്കാം. എനിക്കറിയില്ല, ഇപ്പൊ ഇതുപോലെ അതുപോലെ ഇല്ല, നോക്കാം. അങ്ങനത്തെ മോതിരം ചടങ്ങ് പിന്നെ അറിയില്ല. ഇപ്പൊ ഈ പറഞ്ഞ ആളുണ്ടല്ലോ, പുള്ളിക്ക് എന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന, കാരണം എന്റെ ഫ്രണ്ടായിരുന്നു. 1.5 വർഷത്തോളം എന്റെ ഫ്രണ്ടാണ്. പണപ്പെട്ടി വന്ന് എടുത്തോണ്ട് പോകും. ഇത് ഇവള് പറഞ്ഞതാണ്. ഇതിൽ 1% പോലും സത്യമില്ല. അതെന്തുകൊണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ അടുത്ത് ഞാൻ ആ പ്രൂഫോടെ ഞാൻ പറഞ്ഞുതരാം. ഇവള് തന്നെയാണ് വീക്ക് 1 ഇതേ സെയിം സാധനം മാറ്റി പറഞ്ഞത്. അത് ആക്ച്വലി എൻ്റെ പേര് ഈ ഷോയിൽ റിവീൽ ആവുന്ന ഒരു സംഭവമാണ്. അത് നിങ്ങളും കാണും. എന്താണ് സീരിയസ് ആയിട്ട് പറഞ്ഞ സോറി കുത്തി കിടക്കുന്നത് അമ്മ അത്ത നമുക്കറിയാലോ തന്നെ. പറഞ്ഞ കുഴപ്പമില്ല. അഫ്സലിക്ക് വിഷമൊന്നുമില്ല. അഫ്സലൊക്കെ എന്നെ അറിയാലോ. അത് മാത്രമാണ് എന്റെ പേര്. പുള്ളി പറയണ്ടോ, നീ പണ്ട് ഇവിടെ വിഷമിക്കുന്നു വേണ്ട. ഞാൻ സീരിയസായിട്ട് വന്ന നിനക്ക് അവസരിക്കാനൊക്കെ പറയാം, പക്ഷെ ഇവിടെ എനിക്കത് പറയാൻ പറ്റില്ല. നീ അവരുടെ കൂടെ ഭാവി നോക്കണ്ടേ. ഏതോ ഒരു അഫ്സലുണ്ട് ഗൈസ്. അഫ്സലേ എന്റെ അഫ്സലിക്കാണ് നോക്കിക്കാണ്. ഞാൻ നോക്കിക്കാൻ ആൾക്കാരൊന്നുമില്ല. പോയില്ല, പേടിക്കണ്ട.
ബുദ്ധിപൂർവ്വം ഞാൻ ഓസ്ട്രേലിയയിലെ പേര് പറയാതിരുന്നത്. ഇതാണ് ഇവൾ ആദ്യത്തെ വീക്ക് പറഞ്ഞതും ഇപ്പം പറയുന്നത്. ഇതേപോലെ പല സമയത്തും പല സ്റ്റേറ്റ്മെൻറ്റ്സും പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പം ഇവൾ കള്ളം പറയുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഇപ്പം ജിൻഡോ എടുത്ത് പറഞ്ഞ കാര്യം ഇപ്പം പുറത്തിറങ്ങിയിട്ട് ന്യായീകരിക്കാൻ പോകുന്ന ഒരു വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞത് എന്താ പറയാൻ പോകുന്നത്. കാരണം എനിക്ക് അറിയുന്ന വ്യക്തിയാണ്. അപ്പം എനിക്ക് നല്ല വൃത്തികറി എന്താ അവിടെ ഞാൻ ജിൻഡോ എടുത്ത് എന്തിനാണ് പറയേണ്ടത്? എൻ്റെ പേഴ്സണൽ കാര്യം എന്തിനാണ് ജിൻഡോ എടുത്ത് ഞാൻ പറയേണ്ടത്? ഇതേ സെയിം സാധനമാണ് അന്ന് അഭിഷേക് ജയദീപ് എന്ന് പറയുന്ന ആള് ഇവളുടെ അടുത്ത് ചോദിക്കുമ്പോൾ നീ എന്തിനാ ശ്രീധുവിൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശ്രീധുവിൻ്റെ അടുത്ത് എന്തിനാ പറയണ്ടേ എന്നുള്ളൊരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാണ് ഈ പല സമയത്ത് പല സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതിൽ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ആവുന്നത് എന്നെ തന്നെയാണ്. കാരണം ഞാൻ ആൾക്കാരുടെ മുമ്പിൽ ഒരു കോമ്പാളിയായി അല്ലെങ്കിൽ ജോക്കർ ആവുന്ന രീതിയിലാണ്. കാരണം പല സമയത്ത് കള്ളങ്ങൾ ഇങ്ങനെ വിടിച്ചങ്ങ് പറയുക. ഇപ്പോൾ 7 മാസം നമ്മൾ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന സാധനം പലവർക്കും ക്ലാരിഫിക്കേഷൻ എവിടെ, എന്താണ് ഫോട്ടോസ് എവിടെ, അതിവിടെ എനിക്ക് കാണിക്കുന്നതിൽ പ്രശ്നമില്ല. പക്ഷെ എന്തിന്? പക്ഷെ ഇന്ന് ഇത്രയും ഇവൾ ഈ കള്ളം ഇങ്ങനെ വിളിച്ച് പറഞ്ഞ് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം, ഒരു നാഷണൽ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് ഇങ്ങനെ കള്ളങ്ങൾ വിളിച്ച് പറയുമ്പോൾ എനിക്കും തോന്നി ഞാൻ എന്തിനാ വാട്സും ഉണ്ടായിരിക്കേണ്ട ആവശ്യം, എൻ്റെ ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം തന്നെ. ഇനി കുറച്ചും കൂടി കാര്യങ്ങളുണ്ട്, വളരെ വ്യക്തമായിട്ട് ഞാൻ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളായിട്ട് പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ അതാണ് ജാസ്മിനുമായിട്ട് കല്യാണം ഉറപ്പിച്ചിരുന്ന അഫ്സൽ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരന് പറയാനുള്ളത്. അപ്പൊ പുള്ളി ഇത്ര നാളും മിണ്ടാണ്ടിരുന്നതെന്ന് പറഞ്ഞ കാര്യം പുള്ളിക്ക് ഒരുപാട് രീതിക്കുള്ള ചോദ്യങ്ങളും പ്രഷറുകളും കാര്യങ്ങളൊക്കെ വരും. ഈ ജാസ്മിൻ തന്നെ അവിടെ പുള്ളിക്കാരന്റെ ഐഡന്റിറ്റിയും അതേപോലെ ഇവരുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട് ബിഗ് ബോസിന്റെ ഉള്ളിൽ. അപ്പൊ എന്തുകൊണ്ട് പുള്ളിക്കാരൻ പറയാണ്ടിരിക്കണം എന്നുള്ള ഒരു സംഭവത്തിനകത്താണ് പുള്ളിക്കാരൻ ഈ ചാറ്റും കാര്യങ്ങളൊക്കെ പുറത്തു വിട്ടത് എന്നുള്ള രീതിക്കാണ് പറയുന്നത്. ചാറ്റൊക്കെ ഞാൻ അവിടെ സൈഡിനകത്ത് കൊടുക്കുക. അപ്പൊ ഇത് ഇവര് പേഴ്സണൽ ആയിട്ടുള്ള ചാറ്റാണ്. ഈ ബിഗ് ബോസിന്റെ അകത്ത് ജാസ്മിൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കല്യാണം ഉറപ്പിച്ച് വെച്ചിട്ടുള്ള ഒരു ഫ്രണ്ടാണ്, അങ്ങനത്തെ രീതിക്കൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഈ ഒരു ചാറ്റൊക്കെ വായിക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ജസ്റ്റ് ഒരു ഫ്രണ്ട്സ് തമ്മിലുള്ള ഒരു ചാറ്റ് ഒന്നായിട്ട് എനിക്കത് കണ്ടിട്ട് തോന്നല്ല. ഇപ്പൊ നിങ്ങൾക്ക് അത് കണ്ടിട്ട് എന്തായിട്ടാണ് തോന്നണത്? ഇതൊക്കെ കണ്ടിട്ട് ഇനിയും ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നത്, ഞാനിത് ജാസ്മിനെ ഡീഗ്രേഡ് ചെയ്യാനോ അങ്ങനെ ഒന്നുമല്ല ഞാൻ ചെയ്യുന്നത്. പക്ഷെ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്കൊരു കോമൺ സെൻസ് ഉള്ള ആർക്കും തോന്നാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ എന്താണ് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് ഈ വീഡിയോയുടെ താഴെ കമന്റ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാൻ. കൊട്ടാ കൊള്ളാം, പക്ഷെ ഇങ്ങനെ വേണ്ട, ഞാൻ സെറ്റായിക്കോളാം.